കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവരെന്നെ ചിന്തികീറും. ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും. എന്റെ ദൈവമായ കർത്താവേ, ഞാനതു ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ സുഹൃത്തിനു തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എന്റെ ജീവനെ നിലത്തിട്ടു ചവിട്ടി മെതിക്കട്ടെ. പ്രാണനെ പുഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ. എന്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ. ദൈവമേ, ഉണരണമേ. അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ. അവർക്ക് മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. കർത്താവേ, എന്റെ നീതി നിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കുമൊത്ത വിധം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനേ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്കു പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എന്റെ പരീക്ഷ. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനം പ്രതിരോധി രോഷം കൊള്ളുന്ന ദൈവമാണ്. മനുഷ്യൻ മനസ്തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിനു വാളി മൂർച്ച കൂട്ടും. അവിടുന്ന് ഇല്ലുകുലച്ചു അഴുങ്ങിയിരിക്കുന്നു. അവിടുന്ന് തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു. അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു. വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു. താൻ കുഴിച്ചു കുഴിയിൽ താൻ തന്നെ വീഴുന്നു. അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു. അവന്റെ അക്രമം അവന്റെ നെറുകയിൽ തന്നെ തറയുന്നു. കർത്താവിന്റെ നീതിക്കൊത്തു ഞാൻ അവിടുത്തേക്കു നന്ദി പറയും. അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിനു ഞാൻ സ്തോത്രമാലപിക്കും. അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിനു ഞാൻ സ്തോത്രമാലപിക്കും.